LDF വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമോ? ഇപ്പോൾ CPM ഒരു വിഭാഗീയത ഇല്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ആ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. മാഷിന് ഒരു പ്രിയപ്പെട്ട സൈക്കിൾ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഒരു സെക്യുലർ ഗവൺമെന്റ് വേണം എന്ന് ജനത ആഗ്രഹിക്കുമെന്ന് തോന്നുന്നു. അതിലാദ്യം അങ്ങനെ തോന്നും മലയാളിക്കാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം മന്ദീഭവിച്ച പോലെ തോന്നുന്നു. ഇടപെടലുകൾ ഇല്ലാതെ പോകുന്നു. പരിഷത്തിന്റെ ഒരു സജീവ പ്രവർത്തനം എന്ന നിലയിൽ മാഷിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താ? മാഷ് പൊതുവേ ഒരു മന്ത്രിയാകുന്ന സമയത്തുണ്ടാകുന്ന തിരക്കൊക്കെ മാഷിൻ്റെ പോയി. ഇപ്പോഴും മാഷായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. മുൻ മന്ത്രി എന്ന മേൽവിലാസത്തേക്കാൾ മാഷ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു പേരാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ്? അതായത് ആക്റ്റീവായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. പ്രിയം മാഷ് എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അധ്യാപകനാവാനാണ്. അധ്യാപകൻ ആണ്. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മാവൻ അധ്യാപകനായിരുന്നു. അപ്പോൾ ഒരു കുടുംബപരമായിട്ട് തന്നെ അങ്ങനെ ഒരു സംസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അധ്യാപകനാവണം എന്ന് പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അധ്യാപകനായാൽ സമൂഹം സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഭാഷ മാഷേ എന്നാണ്. അപ്പോൾ എനിക്കത് ഹൃദയത്തിൽ തട്ടിയ ഒരു വിളി ആയിട്ട് തോന്നി. പിന്നെ മന്ത്രി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്യതാബോധം എന്താന്ന് അറിയില്ല. അങ്ങനത്തെ അതിലൊക്കെ എത്രയോ സുഖമാണ് മാഷേ എന്നുള്ളൊരു വിളിയേക്കാൻ. അപ്പോൾ കുട്ടിയായാലും ആരായാലും മാഷേ എന്ന് വിളിക്കണം കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. ശരിക്കും മാഷ് ഈ അധ്യാപന രംഗത്ത് സജീവമായിരുന്ന സമയത്തൊക്കെ ലളിതമായിട്ടുള്ള ഒരു നിലപാടുകളാണ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫി ഒന്നുമല്ല. ഇപ്പോഴും ആ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. മാഷിന് ഒരു പ്രിയപ്പെട്ട സൈക്കിൾ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോഴും ചവിട്ടാറുണ്ട്. ഉണ്ട്. തൃശ്ശൂർ ടൗൺ മുഴുവൻ സൈക്കിളാണ് പോവുക. ടൗണിലേ പറ്റുള്ളൂ, ടൗണിനകത്ത്. അപ്പം മറ്റുള്ള വാഹനങ്ങളെക്കാൾ നല്ലത് സൈക്കിളാണ് എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അത് പല കാരണങ്ങളെ കൊണ്ടാണല്ലോ. ഒന്ന് വ്യായാമമാണ്, രണ്ടാമത് അത് പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനം ഇല്ലാത്ത വാഹനം. നമ്മുടെ നാട്ടിലെ മാഷെ ഒരു മുൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ഒരു കാറെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് മാഷ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു പ്രൊഫസറായിരിക്കുന്ന സമയത്തും വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയത് സൈക്കിൾ തന്നെ. എത്രയോ വർഷങ്ങളായി. ഈ സാക്ഷരതാ കാലത്താണ് കൂടുതൽ. ഒരു നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലായിരുന്നു എൻ്റെ പ്രവർത്തനം. അപ്പോൾ ഒരു 40ഓളം ക്ലാസ്സുകൾ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം സൈക്കിളിന് തന്നെ എത്തിച്ചേരും. സൈക്കിളും എത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ. രാത്രിയായാലും എത്താലോ, ബസ്സോ ഒന്നും നോക്കണ്ട, ഇവിടെ എത്താൻ പറ്റും. അക്സസിബിലിറ്റി പോലെ എല്ലാ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് ക്ലാസ്സിലും നമുക്ക് നേരിട്ട് എത്താൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിയം കൂടി തുടങ്ങിയത്. പിന്നെ അതിനോടൊരു വല്ലാത്തൊരടുപ്പായി സൈക്കിൾ എന്ന് പറയണതിനോട്. ഇപ്പോഴും ആ സൈക്കിൾ തന്നെയാണ്. അത് അതേ സൈക്കിള്. പക്ഷെ വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ആളാണല്ലോ മാഷ. അത് ഒരുപാട് ഈ സുസ്ഥിര വികസന പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട് കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീഷൻ രണ്ടാമത്തെ സർക്കാർ വന്നപ്പോൾ നമ്മളിപ്പോൾ എത്രത്തോളം താങ്കൾ അതിനകത്ത് സംതൃപ്തനാണോ? വിഭാവന ചെയ്ത രീതിയിലാണോ ആ സംഭവം ഇപ്പോൾ നടക്കുന്നത്? അടിസ്ഥാന ഉദ്ദേശിക്കുന്നത് മണ്ഡലത്തിലാണോ അതോ മൊത്തം കേരളത്തിലാണോ? കേരളം മുഴുവൻ പ്രഖ്യാപനം മാഷിന്റെ ഉണ്ടായി. അതിൽ അതേ സ്പീഡിൽ തന്നെ അത് വേറൊരു ഡിറക്ഷനിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും തുടർച്ച എന്ന് പറയുന്നത് ആ തുടർച്ചയുടെ കാലത്തെ മറ്റ് രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയുണ്ടല്ലോ. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടക്കുള്ളൂ. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചിലതൊക്കെ ആ വർഷം ആ കാലത്ത് നടന്നതിനേക്കാൾ കൂടുതൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പശ്ചാത്തല വികസനം എന്നുള്ളതൊക്കെ സമാനതകളില്ലാത്ത എന്ന വാക്ക് ഇങ്ങനെ ആലങ്കാരികമായി പറയണതല്ല, ആ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അത് വാസ്തവത്തിൽ 2016, 2021 നടക്കുന്നേക്കാൾ കൂടുതൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പല വികസന പ്രവർത്തനങ്ങളും കുറെ കൂടി ശക്തമായിട്ട്, കാരണം അതൊരു അനുഭവത്തിൻ്റെ വെളിച്ചം കൂടി ഉണ്ടല്ലോ. അതെ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് തുടരുന്നത്.
മറ്റങ്ങനെയല്ല. 2016 ആദ്യമായിട്ട് തുടരുകയാണ്, ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം. പിന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തുടർച്ച എന്ന് പറയുന്നത് വലിയൊരു സംഭവം. ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. വെറുതെ തുടർച്ച അല്ലല്ലോ യഥാർത്ഥത്തിൽ, അത് അനുഭവത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള തുടർച്ചയിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി. റിസൾട്ട് ഓറിയന്റഡ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം, ഗുണപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ്. ശരിക്കും അന്ന് ഉണ്ടായതിനേക്കാൾ പല മേഖലയിലും വലിയൊരു കുതിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ശാസ്ത്രം എനിക്ക് തോന്നുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചയിലുള്ള ഒരു തുടർച്ച. അപ്പം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള തുടർച്ചകൾക്ക് വലിയൊരു ഫിലോസഫി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു ബോധ്യം. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ മാഷിനോട് ഒരു മുൻ മന്ത്രി എന്ന നിലയിലല്ല, CPM പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്. ഒരു മൂന്നാം ഊഴം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ പിണറായി സർക്കാർ പല കാര്യങ്ങളും ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത്. മാഷിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മൂന്നാം ഊഴം പിന്നെ ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാകുമോ? LDF വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമോ? തീർച്ചയായിട്ടും അതിൽ എനിക്കൊരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ലെന്ന് തോന്നുന്നു. അതിന് വെറുതെ അങ്ങ് ഒരു ആഗ്രഹം പറയുന്നതല്ല. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതായത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു തുടർച്ച എന്ന് പറയണത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിയിലാകുമ്പോൾ 10 വർഷത്തെ അനുഭവത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നതാണ് ഇനിയുള്ള തുടർച്ച ഉണ്ടാവാൻ പോകുന്നത്. അപ്പം അത് ഫിലോസോഫിക്കലായിട്ട് വലിയ ഒരു നേട്ടമായിരിക്കും. അത് കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് അനുഭവം നമുക്കറിയാലോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് എന്നുള്ള റിസൾട്ട് അറിയുമ്പോഴാണ് അതിൽ ചെയ്യേണ്ടത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ വാസ്തവത്തിൽ 10 കൊല്ലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള തുടർച്ച എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല പേസിൽ പോകുമെന്നാണ് ഒന്ന് തോന്നുന്നത്. അത് വികസന രംഗത്ത്. അത് പക്ഷേ വെറും ഒരു താത്വികമായിട്ടുള്ളൊരു അവലോകനമല്ലേ അത്? അതെ, ഫിലോസഫിക്കലായിട്ടുള്ള ഔട്ട്ലുക്ക് അല്ലേ? നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ അത് ശരിയാകും. അല്ല, ഞാൻ അതിൻ്റെ ഒരു കാരണം, എനിക്ക് തോന്നുന്ന കാരണം പറയാം. ഇപ്പോൾ വികസന പ്രവർത്തനത്തിൽ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചം. ജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളത്, രാജ്യത്താകെ ഈ ഒരു ഫാസിസ്റ്റ് പ്രവണത വളർന്നു വരികയാണ്. എല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി വളർന്നു വരികയാണ്. അപ്പം അതിൽ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സെക്യുലർ ഗവൺമെൻറ് വേണമെന്നുള്ളതാണ്. ഇതൊരു സയൻസാണ്, ജനങ്ങളുടെ മനസ്സിൽ സിമ്പിൾ സയൻസാണ്. കാരണം അത്രയധികം വർഗീയ ചിന്തകളും വല്ലാത്ത മനുഷ്യവിരുദ്ധമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഒരു സെക്യുലർ ഗവൺമെൻറ് വേണം എന്ന് ജനത ആഗ്രഹിക്കുമെന്ന് തോന്നുന്നു. അതിലാദ്യം അങ്ങനെ തോന്നും മലയാളിക്കാണ്. ഓക്കെ, കാരണം മലയാളിയാണ് ഒരു സെക്യുലർ കൾച്ചർ ഇന്ത്യക്ക് തന്നെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് മലയാളി ഒരാൾ കേരളത്തിലൊരു സെക്യുലർ ഗവൺമെൻറ് വേണം എന്നുള്ളത് ആഗ്രഹിക്കും. അപ്പോൾ കേരളത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള നേട്ടങ്ങൾ കുറെ കൂടി ജ്വലിക്കണം എങ്കിൽ ഒരു സെക്യുലർ ഗവൺമെൻറ് തന്നെ വേണം. അപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ അത് ഇത്രയും സെക്യുലർ ആവില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൂടി. അപ്പം മുൻ മന്ത്രി ബാലൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ മാഷ്? അതായത് പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരിക്കുന്നത് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പറഞ്ഞില്ലല്ലോ, അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞു, വളരെ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ത്രെട്ടാണ്. ആ കാര്യത്തിൽ ആർക്കും ഇന്നൊരു എതിർപ്പുണ്ടാവില്ല. ആ ത്രെട്ടിൽ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന കേരളം സെക്യുലർ ആവണം എന്ന് ചിന്തിക്കും എന്നുള്ളതൊരു നേരെയുള്ളൊരു അനുഭവമല്ലേ, നേരെയുള്ളൊരു വിവരമല്ലേ? മാഷ് പറയുന്ന ഒരു ചാലക ശക്തിയാകും സ്റ്റേറ്റിലെ. ഉറപ്പായിട്ടാണ് മാഷിന്റെ വേറെ എല്ലാവരും കാണുക അങ്ങനെയാ, സെക്യുലർ ഗവൺമെന്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ മണിപ്പൂരിന്റെ ഒരു പ്രശ്നം, മണിപ്പൂരിൻ്റെയൊക്കെ അവിടുത്തെ പ്രശ്നം അവിടെ സെക്യുലർ ഗവൺമെന്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. സെക്യുലർ ഗവൺമെന്റ് ഇല്ലാത്തടത്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. അപ്പൊ മാഷ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വന്നാൽ മാഷ് പറയുന്നത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് സെക്യുലർ അല്ല എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ല, ഇത്രയും ആവില്ല. തീർച്ചയായിട്ടും ലെഫ്റ്റ് ഗവൺമെന്റിന്റെ അത്ര സെക്യുലർ ആവില്ലല്ലോ, ആരും സെക്യുലർ ആവില്ല. കാരണം
ലെഫ്റ്റ് എപ്പോഴും വർഗപരമായിട്ടാണ് കാണുന്നത്, ജാതി മതം തിരിച്ചല്ലല്ലോ. ഞാൻ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ഇങ്ങനെ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യയശാസ്ത്ര വശം പറയണതാണ്. ഒരു സമൂഹത്തിൽ വർഗം എന്ന രീതിയിൽ കാണുമ്പോൾ അതിലെല്ലാവരും ഉൾപ്പെടും, എല്ലാ ജാതിയും മതവും ഉൾപ്പെടുകയാണ്, എല്ലാവരും ഒന്നാണ്, അവരുടെ ആവശ്യങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നത്. കുമാരനാശാൻ പിന്നെ ചണ്ടാലഭിഷിയിൽ വെള്ളം എന്ന ദാഹം മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് എന്ന് പറഞ്ഞില്ലേ. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള, മനുഷ്യജീവിക്കൊക്കെ ബാധകമായിട്ടുള്ള അതാണല്ലോ ദാഹം. ആർക്കാ ദാഹിക്കാത്ത? ജാതി മതവും തിരിച്ചല്ലല്ലോ ദാഹം. ദാഹത്തിനോ ജാതിയില്ല, ആ ജാതിയില്ല, മതമില്ല. അതേപോലെ ഒരു വർഗം എന്ന രീതിയിൽ സമൂഹത്തെ കാണുന്ന പ്രത്യയശാസ്ത്രത്തിന് ജാതി മതം ഇല്ല. ആ രാഷ്ട്രീയത്തിന് മാത്രമേ കൃത്യമായി സെക്യുലർ ആവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. 2016 സർക്കാരിൻ്റെ ആ സമയത്ത് സംസ്ഥാനത്ത് അന്ന് CPM മുഴച്ചു നിന്നൊരു സംഭവം വിഭാഗീയതയായിരുന്നു. പക്ഷെ ആ ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷന് ശേഷം വിഭാഗീയത എന്നുള്ളത് അങ്ങോട്ട് മാറി. ഇപ്പം നമ്മൾ കാണുന്നത്, പുറത്തുനിന്ന് ഇപ്പോൾ CPM അല്ലാത്ത ഒരാൾ കാണുന്നത്, ഈ പാർട്ടിക്കുള്ളിൽ സജീവമായി പ്രവർത്തിച്ച പലരും പാർട്ടി വിട്ടു പോകുന്നു, ഭാരവാഹികളായിരുന്നവർ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റു പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത തലത്തിൽ, ഇപ്പോൾ കൊല്ലത്തൊക്കെ ഒരു വനിതാ നേതാവ് പോയേക്കുന്നത് മുസ്ലിം ലീഗിലേക്കാണ്. ഈ പറയപ്പെട്ട കൂടുമാറ്റം പാർട്ടിയെ എത്രത്തോളം ബാധിക്കും? അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെയൊക്കെ പോക്കൊരു നിർണായകമായൊരു വിഷയമായി മാറില്ലേ മോശം? എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ CPM ഒരു വിഭാഗീയത ഇല്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനുള്ളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതൊരിക്കലും ഒരു ഘട്ടത്തിൽ അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരാൾ ഇതിൽ നിന്ന് പോകുക എന്ന ഒരു വിഷയമേ ഉണ്ടാകുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1-2 അനുഭവങ്ങൾ നമുക്കുണ്ടായി എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ റയറായിട്ട് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണല്ലോ ഒരാൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുക എന്നുള്ളത്, ആ വൈവിധ്യം ഉണ്ടാവുക എന്നുള്ളത് ഡെമോക്രസിയുടെ ബേസ് അല്ലേ. ആ വൈവിധ്യങ്ങളെടുത്ത് പല കാരണങ്ങളെ കൊണ്ട്, വ്യക്തിപരമായ കാരണങ്ങളുണ്ടാവാം, പലതുകൊണ്ടുണ്ടാവാം, പോയേക്കാം. പക്ഷേ അതൊരു പ്രത്യേകിച്ച് CPM എന്നുള്ള വളരെ സുസംഘടിതമായിട്ടുള്ള ഒരു പാർട്ടി സെറ്റപ്പുള്ള ഒരു പ്രസ്ഥാനത്തിൽ അതൊന്നും ഒരു ചെറിയ ചലനം പോലും സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഉണ്ട്, ചിലത് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും പോക്കുണ്ട്, ഇങ്ങോട്ടും പോക്കുണ്ട്. അത് ബാലൻസ് ചെയ്യാനുള്ളതാണ് എല്ലാം പറയണത്. അതൊക്കെ ഒരു സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയയാണ്. അപ്പം അതുകൊണ്ട് ചിലർ പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളതുകൊണ്ട് പാർട്ടിക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ അതിൻ്റെ പ്രത്യേക സെറ്റപ്പ് അങ്ങനെയാണ്. അത്രയും സംഘടിതമായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനം നടക്കുമ്പോൾ ഒരാളുടെ ആബ്സെൻസ് ഒന്നും അവിടെ ഒരു വിഷയമേ അല്ല. LDFന്റെ വിജയ സാധ്യതയൊന്നും ഇത് ബാധിക്കില്ലെന്നാണ് മാഷ് പറയുന്നത്. തീർച്ചയായിട്ടും. കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ഇപ്പോൾ പാർട്ടി വിട്ടു 50 വർഷക്കാലം അയാൾ CPMന്റെ പ്രവർത്തകനായിരുന്ന ഒരാളാണ്. അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആരോപണം എന്ന് പറയപ്പെടുന്നത് പാർട്ടിയിൽ തന്നെ അഴിമതിയുണ്ട് എന്നാണ്. അതൊക്കെ നമ്മളുടെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന, ഇടതുപക്ഷക്കാരല്ലാത്ത, എന്തായാലും CPMകാരല്ലാത്ത ഒരുപാട് പേര് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ വോട്ടിനെ അത് ബാധിക്കില്ലേ? അല്ല, അപ്പം അത് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി, CPMന് എന്തെങ്കിലും ഒരു വേദന വന്നാൽ അതിൽ സമൂഹം വേദനിക്കും എന്നുള്ളതാണ് ആ ചോദ്യത്തിന് തന്നെ ഉത്തരം വരുന്നത്. അത് സ്വാഭാവികമാണത്. അത് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു വർഗപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ നയിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ചില സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും പാർട്ടിയെ ബാധിക്കുന്നതോ പാർട്ടിയുടെ ചലനത്തെ ബാധിക്കുന്നതോ ഒന്നുമല്ല. അത് കൃത്യമായിട്ട് പാർട്ടി അതിന് ഉത്തരവൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പാർട്ടി അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ തുടങ്ങി. അപ്പോൾ പാർട്ടിയിൽ നിൽക്കുമ്പോഴും പാർട്ടിക്ക് പുറത്തു പോകുമ്പോഴും പാർട്ടി എടുക്കുന്ന ഒരു സമീപനം എൻ്റെ അഭിപ്രായത്തിൽ കറക്റ്റാണ് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഇതിനുമുമ്പും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളുള്ളപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് തെറ്റായിരുന്നെങ്കിൽ അതുകൊണ്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടായേനെ. അതുകൊണ്ട് പാർട്ടി കറക്റ്റായിട്ടുള്ള നിലപാട് എടുത്തേക്കണേ എന്നുള്ളത് തന്നെയാണ് ചരിത്രം തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് കറക്റ്റാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഈ പൊതുവേ ഈ 2 സർക്കാരുകളുടെ കാലത്ത് പിണറായി 2016 മുതൽ 21 അല്ലെങ്കിൽ ഈ 2 പിണറായി ഗവൺമെൻറ് സമയത്ത് മാത്രമല്ല, അതിനു മുൻപും ഈ CPM എപ്പോഴും ജാതി മത സംഘടനകളെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു.
അതായത് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല, ബട്ട് അവരെ അംഗീകരിക്കും. പക്ഷേ ഈ വെള്ളാപ്പള്ളിയും NSSുമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരാൻ കാരണം ഭരണകക്ഷി എന്ന നിലയിൽ LDF ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു നയപരമായിട്ടുള്ള ഒരു പാളിച്ചയാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അത് അവർ കരാർ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത് പിന്നെ എല്ലാ താഴേക്കിടയിലുള്ള എല്ലാവരെയും ഒരേ ചാനലിൽ കോർക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് NSS അത് അത് മാറ്റി പറഞ്ഞു. ഈ മാറ്റിപ്പറയൽ പലരും വീക്ഷിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഏറ്റവും വലിയ നടപടിയാണ് NSSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. മാഷിൻ്റെ അഭിപ്രായം എന്താ? അതായത് CPM എന്നുള്ള പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വർഗ ചിന്ത ഉള്ള പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, വർഗപരമായിട്ട് തൊഴിലാളി വർഗം. തൊഴിലാളി വർഗം ആണ് വർഗ എന്ന് പറഞ്ഞാൽ അത് തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷത്ത് നിന്ന്. അതുകൊണ്ടാണ് അതിന് സെക്യുലർ ആവാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സെക്യുലർ അപ്രോച്ച്, അതിൻ്റെ ഒരു സയൻസാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്യുലർ അപ്രോച്ച് സെക്യുലർ അല്ലാത്ത ഒരു സമൂഹത്തിൽ എടുക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് പാർട്ടിക്ക് അപ്പുറത്തുള്ള സെക്യുലറായി ചിന്തിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? തിരിച്ചു ചോദിക്കുന്നതല്ല, വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതെ അതെ. അതായത് ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ ധാരാളം പേരുണ്ട്. അവർ സെക്യുലർ ആയിരിക്കും, ഒരു പക്ഷേ സെക്യുലർ ആയിരിക്കാം. അവർക്ക് നിരന്തരമായി സെക്യുലർ ആയിട്ടൊരു വർഗപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് തീർച്ചയായിട്ടും ഉള്ളുകൊണ്ടൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. ആ സെക്യുലർ ആശയത്തോട് മെർജ് ചെയ്യാനുള്ളൊരു താല്പര്യം അവർക്കുണ്ടാവും. ആ താല്പര്യം വിവിധ ജാതി മത സംഘടനകളിലുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇതിനൊരു കാരണമുണ്ടല്ലോ, ഞാൻ കുറേ കൂടി സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യണത്. അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ജാതി പ്രസ്ഥാനങ്ങൾ നിൽക്കുന്ന അങ്ങനത്തെ സംഘടനകളിലുള്ളവർ വ്യക്തികൾ പോലും പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നു, ആശയപരമായി ചേർക്കുന്നുള്ളതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരം, അവർ വർഗപരമായിട്ട് ചിന്തിക്കുന്നവരാവില്ല, ആയിക്കൊള്ളുന്നില്ല. കാരണം ജാതി സംഘടനയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അവർ സെക്യുലർ ആയിരിക്കും. അപ്പൊ സെക്യുലർ ആണ്. NSS SNDP എന്നല്ല ഞാൻ പറയണത്. ഏതിലായാലും സെക്യുലർ ആയിട്ടുള്ളവർ ഈ സെക്യുലർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കാൻ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇന്ത്യയിൽ ഈ രണ്ട് കോൺഫ്ലിക്റ്റ്, യഥാർത്ഥ ഇന്ത്യൻ കോൺഫ്ലിക്റ്റ് ഈ വർഗീയ ചിന്തയും മതനിരപേക്ഷ ചിന്തയും തമ്മിൽ കോൺഫ്ലിക്റ്റാണ് അറ്റ് പ്രസൻറ്റ്, ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റിൽ എവിടെ നിൽക്കണം എന്ന് പലതരത്തിലും സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവർ ജാതിയിൽ നിൽക്കുന്നവരുണ്ടാവാം, ജാതി സംഘടന നിൽക്കുന്നുണ്ടാവും, ഒന്നുമില്ലാത്തവരുണ്ടാവാം. ഇപ്പോൾ ബ്രിട്ടീഷുകാരും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ കാലത്ത് പലരും മഹാത്മാഗാന്ധിയോടൊപ്പം നിന്ന് സ്വാതന്ത്ര്യം മറ്റേ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഇപ്പം നടക്കുക. ആ കോൺഫ്ലിക്റ്റ് ഈ വർഗീയ ചിന്തയും മതനിരപേക്ഷ ചിന്തയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. ഇതിൽ ഈ മതനിരപേക്ഷ ചിന്തയെ നയിക്കുന്നത് ലെഫ്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാത്തവരും ഉണ്ടാവാൻ സമൂഹത്തിൽ ഡൈവേഴ്സിറ്റി വേണമല്ലോ. അതന്നെ. അങ്ങനെ വരുമ്പോൾ ജാതി സംഘടനകളും മതസംഘടനകളും ഇതല്ലാത്ത സംഘടനകളും പിന്നെ നോൺ പൊളിറ്റിക്കലായിട്ട് ചില പാർട്ടീസും ഉണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനം, അവരൊക്കെ പതുക്കെ ലെഫ്റ്റിന് അനുകൂലമായി ചിന്തിക്കും. അപ്പൊ എൻ്റെ ചോദ്യം, പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ലെഫ്റ്റിന് അനുകൂലമായിട്ട്. ഞാൻ ചോദിക്കുന്നത് പക്ഷേ NSS അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നിലവിലുള്ള കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞല്ലോ, അതൊക്കെ വിട്ടു കഴിഞ്ഞു. ആ നിലപാടിനെ കുറിച്ച് NSS എടുത്ത നിലപാടിനെയാണ് ഞാൻ ആ നിലപാടിൽ അതിന്റെ മതനിരപേക്ഷ വശമാണ് മതനിരപേക്ഷ വശം. അത് ആര് മതനിരപേക്ഷ ചിന്ത എടുത്താലും, അതായത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ എവിടെയെല്ലാം മതനിരപേക്ഷ ചിന്തകളുണ്ടോ അതെല്ലാം നല്ലതാണെന്നും അങ്ങനെ പോരാ, അത് പോളറൈസ് ചെയ്യപ്പെടണമെന്നും ഉള്ള ഒരു പൊളിറ്റിക്കൽ ചിന്തയാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത വളർന്നു വരുന്ന മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തലത്തിലേക്ക് പോകണം. ഒരു നവോത്ഥാനം, സ്വാതന്ത്ര്യ സമരം എന്നല്ല ഞാൻ പറയാം, അർത്ഥത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. അവിടെ ഈ ചലനമൊക്കെ കാണും. ഈ ജാതി മത ചിന്തകളിലൊക്കെ നോക്കിക്കോളും. അനുകൂലമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ സെക്യുലർ ചിന്തയ്ക്ക് അനുകൂലം ശ്രീനാരായണ ഒരു നവോത്ഥാനത്തെക്കുറിച്ച് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും
എന്ന് പറഞ്ഞപ്പോൾ പറയുന്ന നേരത്ത് ഇത് നടക്കുമോ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. അതെ അതെ. പക്ഷേ ഇതിലൊന്നും ഒരിക്കലും വിശ്വസിക്കാത്തവർ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നില്ലേ? അങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടായല്ലോ. തീർച്ചയായും. അപ്പോൾ കേരളം നവോത്ഥാന കേരളമായിട്ട് മാറിയല്ലോ. സമാനമായ ഒന്ന് നവോത്ഥാന ഘട്ടത്തിൽ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ 100% സെക്യുലറായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അത് ലെഫ്റ്റ് അത് നിൽക്കുന്നുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ലെഫ്റ്റിലല്ലാത്തവരും വിശ്വസിക്കുന്ന കാര്യമൊന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇതിലൊക്കെ അനുരണനങ്ങൾ ഉണ്ടാവും. അവരൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ പല വഴികളും അവർ നോക്കുന്നത്. ഐക്യത്തിലൂടെ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരെ സംഘടന പിരിച്ചുവിട്ട് ചേരുന്നത്, അങ്ങനെ പലതരത്തിലുണ്ടാവാം. അപ്പോൾ ഒരു യഥാർത്ഥത്തിലൊരു തിയറട്ടിക്കൽ നവോത്ഥാന ചിന്തയുള്ളൊരു പോളറൈസേഷൻ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പൊതുസമൂഹത്തിൽ ശാസ്ത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പല കാര്യങ്ങളിൽ ഇടപെട്ട ഒരു പ്രസ്ഥാനമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഒരു പക്ഷേ 10-20 വർഷം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യധാര ചിന്തകളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. ഒരു മുന്നേറ്റത്തിന് നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെയുള്ള പലതരം ഒരു സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് അവരൊരു ദിശാസൂചകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പരിഷത്ത്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച പോലെ തോന്നുന്നു. ഇടപെടലുകൾ ഇല്ലാതെ പോകുന്നു. പരിഷത്തിൻ്റെ ഒരു സജീവ പ്രവർത്തനം എന്ന നിലയിൽ മാഷിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താ? നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. അതായത് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ശാസ്ത്രത്തെ ജനകീയമാക്കണം എന്ന് ആശയം വെച്ചുകൊണ്ട് പരിഷത്താണ് പരിഷത്ത്. ഞാനൊക്കെ പരിഷത്തിലൊരു അംഗത്വം എങ്ങനെയാണ് കിട്ടുക എന്ന് ആലോചിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പരിഷത്തിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ പരിഷത്ത് സാക്ഷരതാ കാലത്തും ജനകീയ ആസൂത്രണ കാലത്തും ഒക്കെ വളരെ സജീവമായിരുന്നു. ഇപ്പോഴും പരിഷത്ത് അങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ പശ്ചാത്തലം ഇല്ല ഇപ്പോൾ. ഇല്ല. അത് ഇങ്ങനെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. അതായത് സാക്ഷരതായജ്ഞം അതിൽ പരിഷത്ത് ഇടപെട്ടിരുന്നു, സജീവമാണ്. ജനകീയ ആസൂത്രണം അതിൽ പരിഷത്ത് ഇടപെട്ടിരുന്നു, സജീവമാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഇല്ല, ജനകീയ മൂവ്മെന്റ് ഇല്ല. ഉണ്ടായിരുന്നു 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പം അത്തരത്തിൽ ഒരു സജീവമായ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന, ജനകീയ മൂവ്മെന്റ് ഉണ്ടായിരുന്ന കാലത്ത് പരിഷത്ത് ഇടപെട്ടതുപോലെ ഇപ്പോൾ അങ്ങനെയല്ല ഇടപെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ല. പക്ഷേ പരിഷത്ത് ഇടപെടുന്നത് ഇതിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും നല്ല പുസ്തകങ്ങളും മാസികയും ഒക്കെ സമൂഹത്തിന് നൽകുന്നത് പരിഷത്ത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെയധികം ആശയപ്രചരണം നടത്തുന്നത് പരിഷത്താണ്. അപ്പം പരിഷത്ത് അങ്ങനെ പുറകോട്ട് പോയി എന്നുള്ള എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ കാലത്ത് ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു രീതി ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല സമൂഹത്തിൽ. അത് ആവശ്യം വരുന്ന സമയത്ത്, അങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് സജീവമാകാൻ പരിഷത്തും റെഡിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാഷ് വേറെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇപ്പോഴ് കേരള സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? പരിഷത്തിന് ഇടപെടേണ്ട പല അന്ധവിശ്വാസമുണ്ട്, അതുപോലെ മയക്കുമരുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളുണ്ട്, എന്തിനേറെ ഗതാഗത സംവിധാനത്തിന്റെ വളർച്ച. ഇതൊക്കെ സമൂഹം ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം, 2 പതിറ്റാണ്ട് മുമ്പ് ഇത്തരം കാര്യങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്ന പരിഷത്ത് എന്താണ് പരിഷത്തിന് പറ്റിയത്? ആരെങ്കിലും പിടിച്ച് മുറുക്കിയിരിക്കുകയാണ് പരിഷത്തിന്? പരിഷത്ത് സംഘടന ഉണ്ടല്ലോ. ഞാൻ എന്നും പരിഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പരിഷത്ത് ആശയപരമായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജനന്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ഒരു ആകാംക്ഷ, ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയും ഇത് തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. പരിഷത്ത് സജീവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പുറകോട്ട് പോയി എന്ന് കരുതുന്നില്ല. ഇനിയും ആകണം എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട്. ശരിയായതിനേക്കാൾ കുറെ കൂടി സജീവമാകണം എന്ന ആഗ്രഹമുണ്ട്. പരിഷത്തിൽ പെടാത്ത ആൾക്കാരാണ് ഈ പരിഷത്തിന്റെ സജീവമായി പ്രവർത്തിക്കണം ആഗ്രഹിക്കുന്നത്. സ്നേഹം കൊണ്ട് അല്ലല്ല, അവർ ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. അതിനേക്കാൾ സജീവമായ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് എന്നിട്ട് പോലും പരിഷത്ത് മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇടപെടേണ്ടതാണ്. ഇടപെടലില്ലേ, അങ്ങനെ പുറകോട്ട് പോയി എന്നല്ല, പക്ഷെ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് മാഷെല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ അതുമായിട്ട് അലിഞ്ഞു ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടെന്നുള്ള ഒരു ആശങ്കയുണ്ട്. എത്രത്തോളം ഗുണകരമായിരിക്കും മാഷേ അത്? ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് വളരെ അപകടമാണ്.
കേന്ദ്ര സർക്കാരിൻ്റെ 2020 പുതിയ വിദ്യാഭ്യാസ നയം. അത് വാസ്തവത്തിൽ ഇന്ത്യയെ പിറകോട്ട് നയിക്കുന്ന ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ സിലബസ് കരിക്കുലമാണ്. അത് ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതേയല്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചിട്ട് ഞാൻ ആ യോഗത്തിൽ ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഈ നയം കേരളത്തിൽ നടപ്പാക്കുന്ന പ്രശ്നമില്ല. കാരണം കേരളം എപ്പോഴും സെക്യുലർ എഡ്യൂക്കേഷൻ, ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ്റെ നാടാണ്. അതിന് എതിരാണ് ഈ വിദ്യാഭ്യാസ നയം. അതുകൊണ്ട് അത് ഇവിടെ നടപ്പാക്കി കഴിഞ്ഞ് കേരളം പുറകോട്ട് പോകുക എന്നുള്ളതിൻ്റെ അർത്ഥം, കേരള ജനത പുറകോട്ട് പോകുക എന്നുള്ള അർത്ഥം. ഒരിക്കലും അത് നടപ്പാക്കില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, മാഷിൻ്റെ തിരക്ക് അറിയാവുന്നതുകൊണ്ട്. ഈ ഇലക്ഷനിൽ പൊതുവെ എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പുതിയൊരു മത്സരത്തിൽ ഉണ്ടാകുമോ, സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകുമോ? എന്താ എൻ്റെ നിലപാട്? അതൊന്നും അങ്ങനൊന്നും പറയേണ്ട ഒരു വിഷയമല്ലല്ലോ. അത് ഒരു വ്യക്തി ആരാ മത്സരിക്കുക, എന്തിനാ മത്സരിക്കുക, എന്താണെന്ന് പറയേണ്ടതൊക്കെ പൊളിറ്റിക്കലായിട്ട് എമർജ് ചെയ്ത് വരേണ്ട വിഷയങ്ങളല്ലേ. ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനല്ലേ, അല്ലാണ്ട് ഒരു വ്യക്തി ആഗ്രഹിക്കാതിരിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല. അത് അതിൻ്റെ ഒരു ഡ്യൂ പ്രോസസ്സ് അനുസരിച്ച് വളർന്നു വരും എന്നല്ലാതെ അവിടെ ഞാൻ മത്സരിക്കുക. എല്ലാം പുതിയ തലമുറകൾ കടന്നു വരട്ടെ എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. കാരണം എല്ലാം അങ്ങനെയാണ് മെർജ് ചെയ്ത് വരുന്നത്. സെക്യുലർ ചിന്തയുള്ള പുതിയ തലമുറകൾ വളർന്നു വരട്ടെ എന്നുള്ളത് തന്നെയാണ്. പിന്നെ പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആ പൊളിറ്റിക്കലായിട്ട് തന്നെ എമർജ് ചെയ്ത് വരുന്നതാണ്. അത് അവിടെ ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് പൊളിറ്റിക്സിൽ പൊളിറ്റിക്സ് സമൂഹത്തിൽ നിന്ന് കൃത്യമായിട്ട് എമർജ് ചെയ്ത് വരും. അത് സംശയമില്ല. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകളൊക്കെ കണ്ടില്ലേ, അതൊക്കെ എന്താണ് തൈര് കടയില്ലേ, അതുപോലെ തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാകുന്നത് പോലെ ആ പൊളിറ്റിക്കൽ ചർച്ചയിൽ അതൊരു സൊല്യൂഷനായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകാം അല്ലേ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ആകാമെന്നോ ആകില്ല എന്നൊന്നും പറയുന്ന ആളില്ല. ഏതായാലും ഇത്രയും സമയം പങ്കെടുത്തതിലുള്ള സന്തോഷം പങ്കിടുന്നു. എല്ലാ നന്മകളും മാഷിനുണ്ടാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. Chapter 4. A chapter with endless stories.